ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ പ്ലീസ്. ഈ കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നത് ഒരു സിനിമാ താരത്തിന്റെ ജാടയോടുകൂടിയല്ല. എനിക്ക് നിങ്ങൾ എന്നെ കാണേണ്ടത് പഴയ ചാലക്കുടയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ മണിയെ മാത്രം കണ്ടാൽ മതി. അങ്ങനെ ഒരാളെ മാത്രമായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും ഒരു സിനിമാ താരം ഭയങ്കര ജാട കാണിച്ചൊന്നോ അതൊന്നും വേണ്ട. അതേമാതിരി നിങ്ങളും എയർ വിട്ടിരിക്കണം. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ല, ഉള്ള കാര്യം പറയണ്ടേ. നമ്മൾ കുറെ പൈസ കൂടുതൽ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ ബലം പിടിച്ചിരിക്കണ്ട, ശ്വാസം വിട്ട്. സത്യല്ലേ? എന്നെ കാണാൻ പറ്റണ്ട. ഞാൻ ഈ വെളുത്തത് ഇട്ടിട്ട് വന്നെന്നറിയാം. ഉള്ള സ്ഥലം വെളുത്ത് നിങ്ങൾ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് ഇന്ന് അങ്ങനത്തെ ജാടയോ സിനിമാതാര ജാടയോ ഒന്നും വേണ്ട. നമുക്കൊരു വീട്ടിലെ എല്ലാ അംഗങ്ങളെ പോലെ അടിച്ചു പൊളിക്കണം. കാരണം എന്നെ പോലെ ഒരു നടൻ തന്നെ സിനിമയിൽ വരിക എന്ന് പറഞ്ഞ എന്റെ മഹാഭാഗ്യ. ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ചാൽ ചിത്ര ചേച്ചിയുടെ 25 വർഷം തികയണ ദിവസം. ഞാൻ ആദ്യമായിട്ടാണ് ചിത്ര ചേച്ചി ഇത്ര അടുത്ത് കാണുന്നതും ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ആ ചേച്ചിയുടെ ഈ തൊണ്ടയിൽ നിന്നുള്ള ശബ്ദം ഈ തൊട്ടടുത്തൊരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്ന് കേട്ട് ഞാൻ ഇന്നാണ്. ആ ചേച്ചിക്ക് 1000 നന്മകൾ നേരട്ടെ, സർവേശ്വരന്റെ എല്ലാ ഐശ്വര്യങ്ങളും ചേച്ചിക്ക് ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, 10ാം ക്ലാസ് അന്തസ്സായിട്ട് 3 പ്രാവശ്യം തോറ്റാളെ ഞാൻ. ഒരു അഭിമാനക്കുറവില്ല. പഠിച്ചിട്ടെന്താ കാര്യം? പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ പഠിച്ചിട്ട് സിംഗപ്പൂർ വന്നിരിക്കല്ലേ? ഈ 10ാം ക്ലാസ് പഠിക്കാത്ത ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയുമോ? കളക്ടർ, പിന്നെ വക്കീല്, ഡോക്ടർ, മജിസ്ട്രേറ്റ്, എന്തൊക്കെ വേഷം ഞാൻ ചെയ്യണേ പഠിക്കാണ്ട്. പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തിന് ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവം എടുത്ത ഡോക്ടറെ ഞാൻ. അപ്പൊ ഞാനതാ പറഞ്ഞേ, ഈ 10ാം ക്ലാസ് വെച്ച് ഞാൻ എന്തൊക്കെ വേഷം ചെയ്യണം? എന്നെ കൊണ്ട് വൈകിക്കും മതിയായി. തമിഴും തെലുങ്കും എനിക്കറിയാത്ത ഭാഷകളൊക്കെ ഞാൻ പറയണേ. എവിടേക്കോ പോയി പറയുന്നു, എന്തൊക്കെയോ പറയുന്നെന്ന് എനിക്ക് ഒരു പിടിയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഒരിക്കൽ കൂടി കേട്ടോ, കുഴപ്പമില്ല, എനിക്കത് പറയാണ്ട് പറ്റില്ല. ഞാനും ഈ നാദൃശ്യം പിന്നെ ദിലീപും, നാദൃഷയുടെ ഭാര്യ, ദിലീപിന്റെ ഭാര്യ, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ, ഒരെണ്ണമുള്ള. അതുകൊണ്ടാണേ അവരെല്ലാരും കൂടി ഇങ്ങനെ ദുബായിലേക്ക് പോകാൻ നിൽക്കുമ്പോ, ഇത് ഏഷ്യാനെറ്റിന് വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു കംപ്ലൈന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, നാദുഷോട് പറഞ്ഞു, ആശാ നീ മാത്രമുള്ള മുസ്ലിം, നീ ഏറ്റവും ആദ്യം നിൽക്ക്, അറബി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു മറുപടി പറയടാന്ന് പറഞ്ഞു. അന്ന് ആശ പറഞ്ഞു, ഞാൻ നിന്നോളാം. ആശ ഏറ്റവും ഫ്രണ്ട് ഇരുന്നു. ഈ അറബി ഇവന്റെ വിസ എടുത്തിട്ട് അറബി ചോദിച്ചു. അപ്പൊ നാദുഷ പറഞ്ഞു ഈ അറബി പറഞ്ഞു, ഇല്ല അവനെ പിടിച്ച് ഉള്ളിലിടാൻ പറഞ്ഞു. അവനെ പിടിച്ച് ഉള്ളിലിട്ടു. അത് കഴിഞ്ഞപ്പോ ദിലീപിന്റെ വിസ കിട്ടി അറബി ചോദിച്ചു. ദിലീപും പറഞ്ഞു, ഇതിക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. എന്തുണ്ടായി?